ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ബ്യൂട്ടി ഹാക്സിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഹാക്ക് ഒരു ഐലൈനർ ഹാക്കാണ്. ബോബി പിൻ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഹാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബോബി പിൻ എടുത്തു, അതിൽ നമ്മൾ ഐലൈനർ തേക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഐൻ്റെ കോർണറിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ കോർണറിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് ശേഷം ആ ട്രയാങ്കിളിനെ നമ്മൾ ജോയിൻ ചെയ്യും, ഐലൈനർ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അങ്ങനെ കോർണറിൽ വയ്ക്കുകയാണ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്കത് കറക്റ്റ് ആയില്ല, കാരണം ഞാൻ വച്ചത് ചെറുത് താഴെയും വലുത് മുകളിലും ആയിട്ടാണ്. അങ്ങനെയല്ല, അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വയ്ക്കേണ്ടത്. അതിനുശേഷം ഞാൻ വീണ്ടും സൈഡ് മാറ്റിയിട്ട് ചെയ്ത് നോക്കുകയാണ്. ഞാനിപ്പോൾ വെച്ചപ്പോൾ കറക്റ്റായി, വലുത് താഴെ വന്നിട്ട് ചെറുത് മുകളിൽ വന്നു. അതിനുശേഷം ഇതിങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യും. ഐലൈനർ എടുത്തിട്ട് ഇതിനെ ആ ലൈനിനെ കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമ്മൾ ആ ഇന്നർ കോർണറിൽ നിന്നും ഔട്ടർ കോർണറിലോട്ട് ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ആ കംപ്ലീറ്റ് ചെയ്യും, ആ ട്രയാങ്കിളിനെ കംപ്ലീറ്റ് ചെയ്ത് ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതാണ്. എനിക്ക് ഇത് അത്ര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സംഭവം അത്ര കറക്റ്റായ പോലെ ഒന്നുമില്ല, ലെങ്ത് കൂടിയതൊന്നും എന്തോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ അത് ഒരു കോട്ടൺ കൊണ്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് അടുത്തൊരു ഹാക്ക് ഞാൻ ട്രൈ ചെയ്തു. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ബോബി പിന്നിനെ നമ്മളിങ്ങനെ എടുക്കും, അതായത് അതിൻ്റെ ഈ ലെങ്തിലാക്കും. അതിന് ശേഷം അതിൽ ഐലൈനർ തേച്ചതിന് ശേഷം ഇത് ഔട്ടർ കോർണറിൽ വയ്ക്കും. വച്ചിട്ട് ഒരു ലെങ്ത് ആക്കും, ഒരു വിങ് വരയ്ക്കും. എന്നിട്ട് ആ വിങ് വരച്ചതിന് ശേഷം ഐലൈനർ യൂസ് ചെയ്ത് ഇന്നർ കോർണറിൽ നിന്ന് ഔട്ടർ കോർണറിലോട്ട് നമ്മളത് വരയ്ക്കും. ഇപ്പോൾ വിങ് ഐലൈനർ വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഈ ഹാക്ക് ട്രൈ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ബോബി പിൻ എടുത്തിട്ട് നിങ്ങളുടെ ഔട്ടർ കോർണറിൽ വച്ച് ഒരു ലെങ്ത് ഉണ്ടാക്കണം. ലെങ്ത് ഉണ്ടാക്കിയതിന് ശേഷം അതാകുമ്പോൾ കറക്റ്റ് രണ്ട് സൈഡും ഒരേ ലെങ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡ് വരച്ച് കഴിഞ്ഞു. അടുത്ത് ഞാൻ റൈറ്റ് സൈഡ് വരയ്ക്കാൻ പോവുകയാണ്. റൈറ്റ് സൈഡിൽ അതേപോലെ ബോബി പിൻ യൂസ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ഐലൈനർ വരയ്ക്കുകയാണ്, അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു വിങ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് ചെയ്തപ്പോൾ. ഇതൊരു അടിപൊളി ഹാക്കാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഹാക്ക് എന്ന് പറയുമ്പോൾ ഒരു മസ്കാര ഹാക്കാണ്. അപ്പോൾ മസ്കാര ഹാക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പൗഡർ, ടാൽക്കം പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. ടാൽക്കം പൗഡർ എടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത വാസ്ലിൻ. അപ്പോൾ ആദ്യം നമ്മുടെ ഐയിലോട്ടല്ല, നമ്മുടെ ലാഷസിലോട്ട് വാസ്ലിൻ തേക്കുകയാണ്. കയ്യിലെടുത്തിട്ട് കുറച്ച് മതി, ഇല്ലെങ്കിൽ നമുക്കൊരു ഓയിൽനെസ് ഫീൽ ചെയ്യും. കുറച്ചെടുത്ത് ലാഷസിൽ സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം ഞാനൊരു ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഹിമാലയയുടെ ടാൽക്കം പൗഡറാണ് എടുത്തത്. അത് കയ്യിലെടുത്തതിന് ശേഷം ആ വാസ്ലിൻ തേച്ചില്ലേ അവിടെ ആ ലാഷസിൽ തേക്കണം. അപ്പോൾ ഞാനിത് ഈവൻലി ഐലാഷസിൽ തേക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ആ ഒരു വൈറ്റ് പൗഡർ കണ്ണിൽ വന്നിട്ടുള്ളത്. ആ വൈറ്റ് പൗഡർ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തേക്കുക, കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. അതിനുശേഷം മസ്കാര യൂസ് ചെയ്യുക. മസ്കാര നമ്മൾ ഐലാഷസിൽ തേക്കുക. ഞാൻ എടുത്തേക്കുന്ന മാൾസിൻ്റെ മസ്കാരയാണ്. പിന്നെ ഈ മസ്കാര അത്യാവശ്യം വോളിയം, ലാഷസിന് വോളിയം തരുന്ന ഒരു മസ്കാരയാണ്. ഇപ്പോൾ നിങ്ങളുടെ മസ്കാര അത്രയ്ക്ക് വോളിയം തരുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ നമുക്ക് ലാഷസിന് വോളിയം തരും. അപ്പോൾ ഈ ഒരു ഹാക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഹാക്കാണ്. നിങ്ങളുടെ മസ്കാര അത്രയ്ക്ക് വോളിയം തരുന്നില്ല എങ്കിൽ ഈ ഹാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരുന്ന, എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. പക്ഷെ നേരിട്ടുണ്ടല്ലോ നല്ല ഡിഫറൻസ് ഉണ്ട്, അടിപൊളിയാണ്. അടുത്ത ഹാക്ക് ഒരു ലിപ് ഗ്ലോസ് ഹാക്കാണ്. ഞാൻ എടുത്തേക്കുന്നത് ലാക്മേയുടെ ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു. എനിക്ക് ആ സ്മെല്ല് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
ഇതൊരു ടിൻറ്റഡ് ലിപ് ഗ്ലോസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി ലിപ് ഗ്ലോസ് ആണ്. ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് ലിപ് ഗ്ലോസ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതൊരു നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഹാക്ക് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ലിപ് ഗ്ലോസ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ലിപ് ഗ്ലോസ് എടുത്തിട്ട് ചീക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ ആ ഡിഫറൻസ് ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഹാക്ക്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതൊരു ലിപ്സ്റ്റിക് ഹാക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് റിമൂവ് ചെയ്യുകയാണ്. ഞാൻ കോട്ടണാണ് എടുത്തത്. അപ്പോൾ അത് ഫുള്ള് ലിപ്സ്റ്റിക്കുമായിട്ട് ഇങ്ങനെ ഒട്ടി ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ എന്തോ പറയാൻ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെയായി. അപ്പോൾ അത് ഫുള്ള് ഞാൻ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഹാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ലിപ്സ്റ്റിക്ക് മാമ എർത്തിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്. അടിപൊളി റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ എടുത്ത് ഇങ്ങനെ നമ്മുടെ ഫേസിലോട്ട് ചേർത്ത് വയ്ക്കും. അതായത് ഫേസിലോട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ ലിപ്പിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഏതാണോ എടുക്കുന്ന ആ ലിപ്സ്റ്റിക്ക് എടുക്കുക. അതിനുശേഷം ടിഷ്യൂ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഇങ്ങനെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ്പിലോട്ട് ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഹാക്ക് വർക്കാവാൻ വേണ്ടി ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുമല്ല ഞാനൊരു ലൈറ്റ് കളർ ലിപ്സ്റ്റിക് അല്ല എടുത്തത്, ഒരു ഡാർക്ക് റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് എടുത്തത്. ഞാനൊരു 2-3 ലെയർ ഇടണുണ്ട്. കാരണം ഹാക്ക് സക്സസ് ആവാൻ വേണ്ടി ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം കളയുന്നുണ്ട് ആ ടിഷ്യൂലോട്ട്. അറ്റ് ലാസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് കൗണ്ട് ഡൗൺ തുടങ്ങി. 3, 2, 1. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് റിസൾട്ട് നോക്കാം എങ്ങനെയാണെന്ന്. സക്സസ് അല്ല ഗൈസ്, വെറും ഫ്ലോപ്പായി പോയി. കുറച്ച് പോലും അതിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇത് നമ്മുടെ ചുണ്ടിലോട്ട് വന്നിട്ടില്ല. ലിപ്സ്റ്റിക്ക് ലിപ്പിലില്ല, അല്ലാതെ ഫേസിൽ ഫുൾ ആ റെഡ് കളർ ആയായിരുന്നു. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ലപോലെ എന്നല്ല, അവിടെ ആയിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലോപ്പായിപ്പോയി. എൻ്റെ ലിപ്സ്റ്റിക്ക് ഫുൾ ആ ടിഷ്യൂലായി. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാക്കാണ്. എൻ്റെ ഫേവറേറ്റ് ആയ കത്രീന കൈഫിൻ്റെ ഒരു ബ്ലഷ് ഹാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചീക്കിൽ രണ്ടിടത്തും ഇങ്ങനെ ക്രോസ് ചെയ്യുക. അതിന് ശേഷം ഇവിടെയും ക്രോസ് ചെയ്തതിന് ശേഷം നോസിലും ക്രോസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഐയുടെ മുകളിലായിട്ട് രണ്ടിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്യും. എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു അടിപൊളി ഹാക്കാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി, അത്രയ്ക്ക് അടിപൊളി ഒരു ഹാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി എങ്ങനത്തെ വീഡിയോ വേണം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാം.